ഹായ് ഓൾ. ഇനിയിപ്പോൾ ഈസ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു വൈറ്റ് സൽവാർ നോക്കി നടക്കുവാണല്ലേ. സോ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലേക്ക് കുറച്ച് വൈറ്റ് സൽവാർ സ്യൂട്ട്സ് വന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരൊന്ന് പേജ് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ മൂവാറ്റുപുഴയുള്ള എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം ഒന്ന് പറയുക. അടിപൊളി കളക്ഷൻസ് നമുക്ക് ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. പ്രീമിയം ലുക്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന കുറേ വൈറ്റ് സൽവാർസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിലേക്ക് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. വൈറ്റ് ബേസ് കളർ വന്നിട്ട് എല്ലാത്തിൻ്റെ എങ്ങനെ തന്നെയാണ് വൈറ്റ് ബേസ് കളർ വന്നിട്ട് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോഡി പാർട്ടിൽ കംപ്ലീറ്റ്ലി ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ആൻഡ് സീക്വൻസ് ഇല്ല കേട്ടോ. ഇതാണ് ഹെമ്മിൽ ഇതുപോലത്തെ തിക്കായിട്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്കും വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കളറിന് വീഡിയോയ്ക്ക് ചെറിയ പ്രോബ്ലം വരികയാണ്. അതുകൊണ്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ബാക്കിൽ പ്ലെയിൻ ആയിട്ട് വരും, സ്ലീവ്സും പ്ലെയിൻ ആയിരിക്കും. ഇങ്ങനെ വരുന്നു ടോപ്പ്. നമുക്കൊരു 48 ഇഞ്ചസ് ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക്കും ഉണ്ട്. ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. നല്ല പ്രീമിയം ആൻഡ് എലഗൻ്റ് ലുക്കാണ് ഉണ്ടോ. നല്ല ഭംഗിയുള്ള സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. നല്ല രസമുണ്ട്. ഉറപ്പായിട്ട് ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിക്കും കേട്ടോ. വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരിട്ട് നല്ല രസമാണ്. എന്തായാലും ഇങ്ങനെ വരും. നല്ല രസമുള്ളൊരു ദുപ്പട്ടയുമാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈസ്റ്ററിന് ഗിഫ്റ്റൊക്കെ ചെയ്യാനും ഏത് ഏജിലുള്ളവർക്കും ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ട് എനിക്ക് എടുക്കണമെന്നുണ്ട് ഈസ്റ്ററിന് ഇടാനായിട്ട്. ഇപ്പോൾ കുറച്ച് ഏജ് ഉള്ള ആളുകളാണെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിത് പറയുന്നത് അങ്ങനെ ഏജ് ഒന്നും ഇല്ലയെന്ന് ചിലവർ പറയും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ അല്ലേ ഒരു ചെറിയ കുറച്ച് പ്രായമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ കസ്റ്റമേഴ്സ് ഷോപ്പിൽ വരുമ്പോൾ പറയാറുണ്ട് ഇത് ചെറിയ പിള്ളേർ ഇടുന്നല്ലേ, ഇതൊന്നും നമുക്ക് പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് അവരോട് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ആ ഒരു മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. നല്ല രസമാണ്. ഏത് ഏജിലുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരും. ദുപ്പട്ടയിലും സൈഡ്സിൽ ക്രോഷറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടം നമുക്ക് വൈറ്റ് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വൈറ്റ് ബോട്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് വൈറ്റ് ബോട്ടമായിട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ആൻഡ് ഇതിൻ്റെ ഓരോ കളേഴ്സാണ് ഇനി വരുന്നത്. അതായത് നമുക്ക് ബേസ് കളർ വൈറ്റ് തന്നെ വന്നിട്ട് ഈ എംബ്രോയിഡറിയിൽ മാത്രം ഡിഫറൻസ് വരുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് സെറ്റ്. അടുത്ത അതിൻ്റെ കളർ കണ്ടോ, അടിപൊളിയാണ്. നമ്മൾ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ത്രെഡിൻ്റെ കളറിന് മാത്രമാണ് ചേഞ്ച് വരുള്ളൂ. ബേസ് കളർ സെയിം ആയിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത കളർ. ഇത് കണ്ടോ, അതിലേക്ക് ഒരു കഷിഷിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ കഷിഷ് ഷെയ്ഡിൽ എന്ന് പറയാം. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. വൈറ്റ് ആകുമ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് കാണിക്കുമ്പോൾ അത്ര അറിയാൻ പറ്റും. ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. പേസ്റ്റലിന് അത്ര ഭംഗി വീഡിയോ കിട്ടില്ല. പക്ഷെ നേരിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്ത അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ല. ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ഒരു കഷി ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബോട്ടം ഓൾസോ വൈറ്റ് കളറിലേക്ക് വരും. അടിപൊളിയാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അടിപൊളിയാണ്. അതായത് ഷെയ്ഡ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് കിട്ടണമെന്നില്ല. അടിപൊളി, എല്ലാം അടിപൊളിയാണ്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 1365. അടുത്തത് സാൻഡിൽ പീച്ചാണ് എംബ്രോയിഡറിയുടെ ഷെയ്ഡ്. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു സാൻഡൽ പീച്ചാണ്. എല്ലാം അടിപൊളി ഷെയ്ഡ്സാണ് കേട്ടോ. ഇതിൻ്റെ ഹെമ്മില വർക്ക് ഇതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നതാണ്. ഇതാണ് ഹെമ്മില വർക്ക് വരുന്നത്. 1365 ഉള്ളൂ റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ടോപ്പ്. ഇതിൻ്റെയും ബാക്കും സ്ലീവ്സും പ്ലെയിൻ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലേസൊക്കെ കൊടുത്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നല്ല ലേസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദുപ്പട്ടയിലും ഓൾ ഓവർ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും അതുപോലെ തന്നെ ക്രോഷറ്റ് ലേസും എല്ലാം കൊടുത്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. ഇത് ഭംഗിയാന്ന് നോക്കി. എനിക്ക് എന്തോരം പറഞ്ഞിട്ട് മതിയാവുള്ളൂ കേട്ടോ. അത്ര രസമുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ ദുപ്പട്ട. സിമ്പിളാണ്. ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വർത്തായിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. ബോട്ടം ഓൾസോ വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നു. ഇതാണ് സെറ്റ്. അടുത്ത പിസ്ത ഗ്രീൻ ആണ്. അടിപൊളിയായിട്ടുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. ഇതാണ് ഷെയ്ഡ്. ആ ത്രെഡിനുള്ള ഷെയ്ഡിൻ്റെ ഡിഫറൻസ് മാത്രമാണ് കേട്ടോ ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബേസ് കളർ എല്ലാത്തിൻ്റെ നല്ലൊരു മിൽക്കി വൈറ്റ് ടോണാണ്. ഉജാല വൈറ്റ് അല്ല കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ബോട്ടം ഓൾസോ വൈറ്റ് കളറിലേക്ക് വരുന്നു. ഇതാണ് ഫുൾ സെറ്റ്. അടുത്തൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഒരു പിസ്ത ഗ്രീൻ അല്ല, വേറൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്ക്. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള, ഒരുപാട് ക്ലോസ് ആയിട്ട് വരുന്നില്ല കേട്ടോ. ഇങ്ങനെ വരും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ.
ബോട്ടം വൈറ്റ് കളറിലേക്ക് വരുന്നു. ഇതാണ് സെറ്റിൻ്റെ ലുക്ക്. അടുത്ത അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ. നമുക്കിത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ടോപ്പ് സെയിം തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് ക്രോസ് സ്റ്റിച്ച് തന്നെ വന്നിട്ട് നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് കോട്ടനുമാണ്. സീക്വൻസും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടും ഒരു തിക്ക് വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന് കോൺട്രാസ്റ്റ് ആണ് ദുപ്പട്ട വരുന്നത്. ഇത് കണ്ടോ, കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് ദുപ്പട്ട, അതായത് നമ്മൾ ആ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നതിൻ്റെ ഷെയ്ഡിലേക്ക് ദുപ്പട്ടയും ബോട്ടം വരും. മറ്റത് വൈറ്റ് തന്നെയായിരുന്നു ഫുള്ള്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര എലഗൻ ഷെയ്ഡാണ്. ഗ്രേ ആൻഡ് വൈറ്റ്. നല്ലൊരു ഗ്രേയും ആണ്. ഒരു പേസ്റ്റൽ ഗ്രേ ആണ്, സിമൻ ഗ്രേ അല്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സോഫ്റ്റ് കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. ഇനി ഇതിൻ്റെയും കുറേ ഷെയ്ഡ്സ് ഉണ്ട്. എംബ്രോയിഡറിയുടെ ഷെയ്ഡും കോൺട്രാസ്റ്റ് ഷെയ്ഡും അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആവുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. സോ ഇതാണ് ഫസ്റ്റ് വൺ വന്നേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഷെയ്ഡ്സ് കാണാം. നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഒരു എന്ത് ഷെയ്ഡ്, അതൊരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഒരു ഡാർക്ക് ഷെയ്ഡ്. പിസ്ത ഗ്രീനിലേക്ക് കുറച്ചുകൂടി ഒരു ഡാർക്ക് വരുന്ന ഒരു ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത്. ഹെമ്മിലായിട്ട് ഇതാണ് വർക്ക്. ഇത് കണ്ടോ, ഹെമ്മിൻ്റെ ക്ലോസ് ലുക്ക് ഇതാണ്. തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഹെം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ബാക്കും സ്ലീവ്സും പ്ലെയിൻ ആണ്. എല്ലാത്തിൻ്റെയും ഒരു ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക തരം, നമ്മളെപ്പോഴും കാണുന്ന വൈറ്റ്സിനേക്കാളും നല്ലൊരു പ്രത്യേക തരമാണ്. ഇതാണ്. ഇത് കണ്ടോ, ഒരു ഏലക്ക ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിസ്ത അല്ല, ഒരു ഏലക്ക ഗ്രീൻ ഷെയ്ഡാണ്. ദുപ്പട്ട ഉണ്ടോ, നല്ല രസമുള്ള ഭയങ്കര എലക്കൻ്റെ ലുക്കാണ് കേട്ടോ. നല്ല കോമ്പിനേഷൻസും ആണ്. ഇങ്ങനെ വരും ദുപ്പട്ട. ദുപ്പട്ടയുടെ ക്ലോസ് ലുക്ക് ഇതാണ്. ചെറിയൊരു സ്കാറ്റേഡ് ആയിട്ടുള്ള എംബ്രോയിഡറിയും. ബോട്ടവും ആ സെയിം കളറിലേക്ക് തന്നെ കോട്ടൺ ഫാബ്രിക്കിലേക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഒരു ഏലക്ക ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. അടിപൊളിയല്ലേ? ഇങ്ങനെ വരുന്നു. സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1365. അടുത്തതൊരു പിസ്ത ഗ്രീൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. വൈറ്റ് ഭയങ്കര ഉജാല വൈറ്റ് അല്ല കേട്ടോ, നല്ല വൈറ്റ് ആണേ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസാണ്. നമ്മളെപ്പോഴും കാണാത്ത ടൈപ്പ് ഒരു സൽവാറാണ്. ഞാൻ പറയില്ല, അന്ന് നമ്മൾ പ്രീമിയം കോട്ടണിൽ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ജാം കോട്ടൺ ബോട്ടം ഒക്കെ വരുന്നത്. സോ ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു റെയർ കളക്ഷനാണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാത്രമാണ് ഇവിടെ സപ്ലൈ ഉള്ളവർക്ക്. സോ നല്ല ഭംഗിയുള്ള മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കുറേ റെയർ ഷെയ്ഡ്സും റെയർ സംഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ പെടുന്നതാണ് ഇത്. നല്ല രസമുണ്ട് കേട്ടോ. ബോട്ടം ഓൾസോ അതായത് വരുന്നു കോട്ടണിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക്. നല്ല സോഫ്റ്റ് കോട്ടനാണ്. ഇതാണ് ഫുൾ സെറ്റ്. അടുത്ത നല്ലൊരു ഡാർക്ക് ചിക്കു ടോണാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു പേസ്റ്റിലൊരു യെല്ലോയുടെയൊക്കെ ഒരു ടിൻറ്റും കൂടെയുള്ള ഒരു ചിക്കു ഷെയ്ഡിലേക്ക് വരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദുപ്പട്ടയും ഇങ്ങനെ വരുന്നു. 2.30 to 2.35 അതൊക്കെ ആയിരിക്കും ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത്. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത്തും വന്നിരിക്കുന്നത്. ഇതായിരുന്നു ദുപ്പട്ട. നല്ല രസമുള്ള ദുപ്പട്ടയുമാണ്. ഇങ്ങനെ വരും. നമുക്ക് ചർച്ച് വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിരിക്കും. ഈസ്റ്ററിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു അറ്റയറാണ്. അതുപോലെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും ഏത് ഏജിലുള്ളവർക്കും പറ്റുന്നുണ്ടോ. ഞാൻ വെച്ചിട്ടും നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയാണ്. ഏത് ഏജിലുള്ളവർക്കും ഇടാൻ പറ്റും. ഇനിയിപ്പോൾ അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ വൈറ്റ്സ് നമുക്ക് ആ ഒരു വീക്കിലേക്ക് കുറേ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് പല ടൈപ്പിൽ ഇത്രയും ഭംഗിയുള്ളത് കിട്ടാൻ ഇച്ചിരി പാടാമെന്ന് എനിക്ക് തോന്നുന്നു വൈറ്റിൽ. ഇതാണ് ബോട്ടം. ചിക്കു ഷെയ്ഡിൽ തന്നെ വരുന്നു. സെറ്റിൻ്റെ പ്രൈസ് 1365. അടുത്തത് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ്. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല രസമുണ്ട്. ആ ഒരു എംബ്രോയിഡറിയും കളർ കോമ്പിനേഷനും എല്ലാം ഭയങ്കര ഭംഗിയുണ്ട്. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ദുപ്പട്ട വരുന്നത്. ഞാനിതിപ്പോൾ ഫ്രഷ് പീസ് ആയതുകൊണ്ട് ഇങ്ങനെ ഉടയാണ്ടിരിക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നവർ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. ഇത് വരുന്നു ബോട്ടം. ആ ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. ഫുൾ സെറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.